പ്ലേറ്റിലെ ചോറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വയറ് നിറയ്ക്കാം, ഹെൽത്തിയായി കഴിച്ചുകൊണ്ട് തന്നെ. ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുന്നത് കൊണ്ട് തന്നെ ചോറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 വെജിറ്റബിൾ സാലഡ്സ്, വളരെ കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബറും. ക്യാരറ്റ് ക്യുക്കുംബർ സാലഡ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ പകുതി ക്യാരറ്റും ക്യുക്കുംബറും ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 1 പച്ചമുളകാണ്, 4 വെളുത്തുള്ളിയാണ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നത്. വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും റോസ്റ്റഡ് ജീരകത്തിൻ്റെ പൗഡറുമാണ് 1/4 സ്പൂൺ വീതം ചേർത്തിരിക്കുന്നത്. ഇത് 1 സ്പൂണ് ഒലിവ് ഓയിലാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യുക്കുംബറിൽ 95% വാട്ടർ കണ്ടൻറ്റും ഫൈബറും ഒക്കെ നിറഞ്ഞതുകൊണ്ട് നമ്മളുടെ വയറ് ഇത് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചോറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 സ്പൂണ് ലെമൺ ജ്യൂസാണ്. ദഹനത്തിന് ഏറെ നല്ലതാണ്. കുറച്ച് പ്രോട്ടീനായിട്ട് റോസ്റ്റഡ് കടല ചേർക്കുന്നുണ്ട്. നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും കേട്ടോ നമ്മൾക്ക് ഈ കടല ചേർക്കുന്നത്. സിമ്പിളായിട്ടുള്ള നമ്മളുടെ ക്യുക്കുംബർ ക്യാരറ്റ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ഈ ഒരു ബൗൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് നല്ലതുപോലെ. കുറച്ച് കടല കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത സാലഡ് നോക്കാം. ഇത് ക്യുക്കുംബർ ഓണിയൻ സാലഡാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 സവോളയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഒണിയൻ ഇങ്ങനെ ഐസ് വാട്ടറിൽ സോക്ക് ചെയ്യുന്നത് സാലഡിന് നല്ല ഗുണവും രുചിയും കിട്ടും. ഒണിയനുള്ള കയ്പ്പ് രസവും ഒരു എരിവും ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറി കിട്ടും. നല്ല സോഫ്റ്റും ക്രഞ്ചിയുമായിട്ട് കിട്ടും ഇങ്ങനെ സോക്ക് ചെയ്താൽ. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഐസ് വാട്ടറിലിട്ട് നമ്മളുടെ ഒണിയന് ഇതൊന്ന് എടുത്ത് വയ്ക്കാം. ഇത് നമ്മൾക്ക് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒണിയൻ സോക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒണിയൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വായ്നാറ്റമൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത ഒണിയനും കൂടെ ക്യുക്കുംബറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ എരിവിന് അത്ര ഇഷ്ടമുള്ള ആളല്ല, അതുകൊണ്ടാണ് 1/4 സ്പൂൺ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് ഹണിയുമാണ് ചേർത്തിരിക്കുന്നത്. 1/4 സ്പൂണ് സെസമി ഓയിലാണ് ചേർക്കുന്നത്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളുടെ റോസ്റ്റഡ് സെസമി സീഡ്സ്, വെളുത്ത എള്ള്, ഇത് ഇല്ല എങ്കിലും കുഴപ്പമില്ല, ചേർക്കുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റിയും ക്രഞ്ചിനെസ്സും കിട്ടും സാലഡിന്. ഇത് നല്ലൊരു ടേസ്റ്റി ഹെൽത്തി സാലഡാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വെജിറ്റബിൾസിനേക്കാൾ 4 മുതൽ 40% വരെ പോഷക ഗുണങ്ങളുള്ള നമ്മുടെ ചിയാ സീഡിൻ്റെ മൈക്രോഗ്രെയിൻസ് ആണ്. ഈ മൈക്രോഗ്രെയിൻസ് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. സ്ഥലമോ മണ്ണോ ഇടമോ ഒന്നും ആവശ്യമില്ല. ഇത് സിമ്പിളായിട്ട് വളർത്തിയെടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കടുകോ ചെറുപയറോ ചിയാ സീഡോ ഫ്ലാക്സ് സീഡോ എന്ത് വേണേലും ഇതുപോലെ മൈക്രോഗ്രെയിൻസ് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഓണിയൻ ക്യുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ക്രഞ്ചിയുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒത്തിരി നേരം ഒന്നും ഉണ്ടാക്കി വെക്കരുത്. എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലഞ്ച് ബോക്സ് ആയിട്ടാണൊക്കെ എടുക്കുന്നതെങ്കിൽ ഇത് നമ്മൾ സാലഡ് ഡ്രസ്സിങ് വേറൊരു ബോക്സിനകത്ത് പാക്ക് ചെയ്യുക, ചെറിയൊരു ഡപ്പിയിൽ. ഈ വെജിറ്റബിൾസ് വേറൊരിനകത്ത് പാക്ക് ചെയ്യുക. എന്നിട്ട് കഴിക്കുന്ന ടൈമിൽ ഇത് മിക്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളുടെ ക്രഞ്ചി ആയിട്ടുള്ള ക്യുക്കുംബർ ഓണിയൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഗട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാലഡും കൂടെ തയ്യാറാക്കാം. ഇത് ക്യുക്കുംബർ സാലഡാണ്. ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് നമ്മളുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഡയറ്റ് ചെയ്യുമ്പോൾ വണ്ണമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഉപ്പൊന്നും കഴിക്കാണ്ടിരിക്കുക. 1 സ്പൂണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യുക്കുംബർ സാലഡാണ്. ഇനി ഇതിലേക്ക് ഞാൻ പകുതി ക്യുക്കുംബറാണ് ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഒണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒണിയൻ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഒണിയൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ശരീരഭാരം നിയന്ത്രിക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒണിയൻ സാലഡൊക്കെ തയ്യാറാക്കി നോക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയ സാലഡാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് ചോറെടുക്കുവാണെങ്കിൽ ഇനി വിശക്കുമല്ലോ എന്നാണ്. അതിനൊപ്പം തന്നെ ഇതുപോലെയുള്ള സാലഡ്സൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ വയറ് ഏറെ നേരം ഫുള്ളായിട്ടിരിക്കുകയും വിശപ്പ് പെട്ടെന്ന് തോന്നാണ്ടിരിക്കുകയും ചെയ്യും. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.